ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ദുറൂസുൽ അഖായിദ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ സഹായകമാകുന്ന രീതിയിൽ നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് 7ാമത്തെ പാഠം മുതലാണ് എക്സാമിന് വരുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠഭാഗം കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ചോദ്യപേപ്പർ ഉണ്ട്, അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യർ എങ്ങനെ അറിയുന്നത്? അല്ലാഹു തആലയുടെ നിയമങ്ങൾ അറിയാൻ അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചു. അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചത് അതിനാണ്. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരെ അറിയിക്കാനാണ്. മനസ്സിലാക്കുക. എത്ര കിതാബുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്? 4 കിതാബുകളും 100 ഏടുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആനാണ് കിതാബുകൾ. ആദം നബി അലൈഹി ഇസ്ലാമിന് 10 ഏട്, സീസ് നബി അലൈഹി ഇസ്ലാമിന് 50 ഏട്, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് 30 ഏട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 10 ഏട്, ഇങ്ങനെ 100 ഏടുകളും. ഈ കിതാബുകളിൽ പരിശുദ്ധ ഖുർആൻ ഒഴികെ മറ്റൊന്നും ഇപ്പോൾ നിലവിലില്ല. പരിശുദ്ധ ഖുർആൻ ഒഴികെ മറ്റൊന്നും ഇപ്പോൾ നിലവിലില്ല. മറ്റുള്ള കിതാബുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അവയിൽ പലതും വിസ്മൃതമായി. അവയിൽ പലതും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. അതിൽ ഒക്കെ സംഭവിച്ചത് എന്താണ്? പലതും വിസ്മൃതമായി, പലതിലും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. ഈസാ നബി അലൈഹി ഇസ്ലാമിന് അവതരിച്ച ഇഞ്ചീലോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അവതരിച്ച തൗറാത്തോ തനി രൂപത്തിൽ ഇന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫവൈലുൽ ലില്ലദീ യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൽ ലഹും മിമ്മാ കതബ ഐദീഹിം വവൈലുൽ ലഹും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നവർക്ക് നാശം. അവർ പറയുന്നു, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ പറഞ്ഞത്. അവർ എഴുതപ്പെട്ടതാകുന്നത് മൂലം അവർക്ക് നാശം, അതിലൂടെ അവർ സമ്പാദിക്കുന്നതും അവർക്ക് നാശം. മനസ്സിലാക്കുക, ഖുർആൻ പറഞ്ഞതാണ്. മനസ്സിലാക്കുക. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ച് തൗറാത്ത് വായിച്ചു. അപ്പോൾ അവിടുന്ന് ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു, വലൗ കാന മൂസ ഹയ്യൻ മാ വസിയഹു ഇല്ലാ തിബായി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൂസ നബി അലൈഹി സ്വലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാവുകയില്ല എന്ന്. മനസ്സിലാക്കുക. അവസാന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതരണീയമായതോടെല്ലാം പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. അവസാന ഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയതോടെ, അവതരണീയമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ എന്തൊക്കെ എഴുതുക? മനുഷ്യൻ്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട്. അത് അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു തആല പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇന്നാ നഹ്നു നസ്സൽനൽ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ദിക്ർ എന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ട് ദിക്ർ എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. മനസ്സിലാക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആനിന് വേറെയും പേരുകൾ ഉണ്ടോ? ഖുർആനിൻ്റെ മറ്റു പേരുകൾ അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ എന്നിങ്ങനെ പല പേരുകളുമുണ്ട്. ഖുർആനിൻ്റെ പേരുകൾ അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ, ദിക്ർ എന്നൊക്കെ ഖുർആനിന് പേരുകളുണ്ട്. മനസ്സിലാക്കുക. തദ്രിദാത്തിൽ വന്ന നസ്സിൽ യോജിച്ചത് ചേർക്കാനൊക്കെ ഉള്ളതൊക്കെ നന്നായി മനസ്സിലാക്കുക. മാച്ച് ചെയ്യാനൊക്കെ ഇതുപോലെ തന്നെ വരാം. മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തിലുള്ള വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ ഉള്ളത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. അല്ലാഹു തആല മുർസലുകളെ നിയമിച്ചതും അവർക്ക് കിതാബുകളും ഏടുകളൊക്കെ നൽകിയത് അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരെ അറിയിക്കാനാണ്. അപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠം 8 എന്താണ്? അല്ലാഹു തആല അവൻ്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. നമുക്ക് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മുർസലുകളെ. അവർ ബുദ്ധിശക്തിയുള്ളവരും വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു.
അവരാണ് അംബിയാ മുർസലുകൾ. അവരാണ് അംബിയാ മുർസലുകൾ. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരഞ്ഞെടുത്ത സൃഷ്ടികളാണ് അംബിയാ മുർസലുകൾ. തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ അവർ കൃത്യമായി പ്രബോധനം ചെയ്തു. തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ അവർ കൃത്യമായി പ്രബോധനം ചെയ്തു. നബിമാരിൽ നിന്ന് ചെറുതോ വലുതോ ആയ പാപങ്ങളൊന്നും തന്നെ നുബുവത്തിന് മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുകയില്ല. നബിമാരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതുമായ ഒരു ദോഷവും ഉണ്ടാവുകയില്ല. ഇതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, മനസ്സിലാക്കാം. നുബുവത്തിൻ്റെ മുമ്പോ ശേഷമോ ഒന്നും പാപങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവർ മഅ്സൂമുകളാണ്. അംബിയാ മുർസലുകൾ മഅ്സൂമുകളാണ്, മനസ്സിലാക്കുക. അവർ മഅ്സൂമുകളാണ്, പാപസുരക്ഷിത. മഅ്സൂമുകൾ എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിത. മനുഷ്യരെ നിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ? മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. അവർ തന്നെ തെറ്റ് ചെയ്യുക എന്നത് വിരോധാഭാസമാണ്. അവർ തെറ്റ് ചെയ്യുക എന്നത് വിരോധാഭാസമാണ്. ജനങ്ങൾ അവരെ പൂർണ്ണമായും പിന്തുടരണം. അതിനാൽ അവരിൽ നിന്ന് ഒരു പാപവും സംഭവിക്കരുത്, മനസ്സിലാക്കുക. വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങിയ മാനുഷികാനുഭവങ്ങൾ അവർക്കുണ്ടാവാം. വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങി മാനുഷികാനുഭവങ്ങൾ അവർക്കുണ്ടാകാം. എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. നബിമാർ ആരും ദ്രോഹികളല്ല. അക്രമം ചെയ്തവർക്ക് പ്രവാചകത്വം ലഭിക്കുകയില്ല. അക്രമം ചെയ്തവർക്ക് ഡാഷ് ലഭിക്കുകയില്ല. എന്താണ്? പ്രവാചകത്വം ലഭിക്കുകയില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, മനസ്സിലാക്കാം. അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ യനാലു അഹ്ദി ളാലിമീൻ. നുബുവത്ത് അക്രമികൾക്ക് ലഭിക്കുകയില്ല. ലാ യനാലു അഹ്ദി ളാലിമീൻ. നുബുവത്ത് അക്രമികൾക്ക് ലഭിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. കഴിഞ്ഞു പോയ നബിമാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ലാഹു സന്മാർഗത്തിലാക്കിയവരാണ് മുൻകാല പ്രവാചകർ. അവരുടെ നന്മകളെ അനുധാവനം ചെയ്യുക. ഇതാണ് ഖുർആനിൽ കഴിഞ്ഞു പോയ നബിമാരെ കുറിച്ച് പറഞ്ഞത്, മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ആയത്തൊക്കെ വരുന്നുണ്ട്, ഖുർആനിൽ പറഞ്ഞ മനസ്സിലാക്കാം. നബിമാരിൽ അത്യുത്തമരും അന്ത്യദൂതരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ പാപസുരക്ഷിതത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നജ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞൊരായത്തുണ്ട്. നിങ്ങളുടെ നബിക്ക് പിഴക്കുകയോ തെറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ഒന്നും മൊഴിയുന്നില്ല. എല്ലാം വഹീ മാത്രമാണ്. ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുമക്കുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? മോനെ, ഉടുമുണ്ടെടുത്ത് കല്ലിനടിയിൽ നിന്റെ പിരടിയിൽ വെക്കുക. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടുമുണ്ടഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും കാണാൻ ഇടവന്നിട്ടില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും കാണാൻ ഇടവന്നിട്ടില്ല. അവിടെ ഒരു ബൈത്ത് പറയുന്നുണ്ട്. എന്താണ്? ന്യൂനതയില്ലാത്ത ചെറിയ രോഗം പോലുള്ള കാര്യങ്ങൾ നബിമാർക്കുണ്ടാവാം. മലക്കുകളെ പോലെ പാപസുരക്ഷിതരാവൽ അവർക്ക് വാജിബാണ്. എന്നാൽ അവർ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. അംബിയാ മുർസലുകളെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ ഈ പാഠഭാഗത്ത് നിന്ന് എഴുതാൻ വന്നാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത 9ാമത്തെ പാഠം എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് വഹി? അല്ലാഹു തആല തൻ്റെ സന്ദേശങ്ങൾ നബിമാർക്ക് എത്തിക്കുന്നത് വഹി മുഖേനയാണ്.
സ്വപ്നത്തിലൂടെയും അശരീരിലൂടെയാണ് വഹി ലഭിക്കുക. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചുമതലയാണ്. ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധം ആഗതനാകും. മനസ്സിലാക്കുക, വഹി എന്താണ്, അതെങ്ങനെയാണ്, ആർക്കാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വഹി ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ചിലപ്പോൾ തേനീച്ചയുടെ ശബ്ദം പോലുള്ള മുഴക്കം കേൾക്കാം. ചിലപ്പോൾ അവിടുത്തെ ഭാരം വർദ്ധിക്കും, നെറ്റിത്തടം വിയർക്കും, കൂർക്കം വലിക്കുന്നത് പോലുള്ള ശബ്ദമുണ്ടാകും, മണിനാദം പോലുള്ള ശബ്ദം കേൾക്കും. ഇത് തനിക്ക് ഏറ്റവും പ്രയാസമുള്ളതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് മനസ്സിലാക്കി പഠിക്കുക. മാഇദ സൂറത്ത് അവതരിച്ചത് ഒരു യാത്രയിലായിരുന്നു. മാഇദ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചത് എപ്പോഴായിരുന്നു? അവിടുന്ന് ഒരു യാത്രയിലായിരുന്നപ്പോഴാണ് അത് അവതരിപ്പിച്ചത്. അസ്മാ ബിൻത്ത് യസീദ് റളിയല്ലാഹു അൻഹു ഇതിന് സാക്ഷിയായിട്ടുണ്ട്. മാഇദ സൂറത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുമ്പോൾ ആരാണ് സാക്ഷിയായത്? അസ്മാ ബിൻത്ത് യസീദ് റളിയല്ലാഹു അൻഹ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. മഹദി സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഒട്ടകപ്പുറത്തിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം കൊണ്ട് ഒട്ടകം പ്രയാസം അനുഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി. മനസ്സിലാക്കുക, വിവരിക്കാൻ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ എഴുതുക. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ്? ധർമ്മസമരത്തെക്കുറിച്ചുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ സങ്കടം അറിയിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് എൻ്റെ തുടകൾക്ക് മുകളിലായി. അവിടുത്തെ തുടയുടെ ഭാരം കാരണമായി എൻ്റെ തുടയെല്ല് പൊട്ടിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ശേഷം അവിടുന്ന് പറഞ്ഞു, പ്രയാസമുള്ളവർക്ക് ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ സൈനുദ്ദീൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം നന്നായി മനസ്സിലാക്കുക. അടുത്ത ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ഇലാഹി ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി അവതരിച്ചത് എപ്പോൾ? ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ഇലാഹി ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹി അവതരിപ്പിച്ചത്. മനസ്സിലാക്കുക. വഹി യഥാർത്ഥ അനുഭവമാണെന്ന് മനസ്സിലാക്കാം. വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പറഞ്ഞതുമെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പറഞ്ഞതുമെല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോകത്ത് നടന്ന ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ കാരണം ഈ ദിവ്യ പ്രബോധനങ്ങളായിരുന്നു. വഹി ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. വഹി ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. മനസ്സിലാക്കുക. ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആർക്കും. എന്ത്? വഹിയാണ്. മനസ്സിലാക്കുക. വഹിയിലൂടെയോ മറക്ക് പിറകിൽ നിന്നോ ദൂതനെ അയച്ച് സന്ദേശം നൽകിയോ അല്ലാതെ ഒരു മനുഷ്യനോടും അല്ലാഹു തആല സംസാരിക്കുകയില്ല. നിശ്ചയം അവൻ അത്യുന്നതും യുക്തിമാനുമാണ്. അപ്പോൾ വഹീനെ കുറിച്ചിട്ട് ഈ പാഠത്തു നിന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം വഹീനെ കുറിച്ച് എഴുതാൻ വന്നാൽ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു 5 പോയിൻ്റ് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള 5 പോയിന്റുകൾ. ഈ പാഠത്തു നിന്ന് എന്ത് എഴുതിയാലും വഹീനെ കുറിച്ചിട്ടുള്ള 5 പോയിൻ്റ് ആവും. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. ഇനിയും ഞാനത് ഇങ്ങനെ പറയുമ്പം വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന 5 വരി. ജബലുൻ നൂറിൽ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാഹി ചിന്തയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ആദ്യമായി വഹി ഇറങ്ങിയത്. വഹി ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകത്ത് നടന്ന ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ കാരണം ഈ ദിവ്യ പ്രബോധനങ്ങളാണ്. അങ്ങനെ എന്ത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് 5 പോയിന്റ് പഠിക്കാം. പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത 10ാമത്തെ ചാപ്റ്റർ. 10ാമത്തെ പാഠത്തിൽ എന്താ പറയുന്നത്? സഫ്വാൻ ഇബ്നു ഉമയ്യ, ഉമൈർ ഇബ്നു
വഹബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. അങ്ങനെ ഉമൈർ ഇബ്നു വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശരീരത്തിൽ വാൾ ഒളിപ്പിച്ചു വെച്ച് സന്നിധിയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് ആഗമനോദ്ദേശ്യം? എന്താണ് ആഗമനോദ്ദേശ്യമെന്ന് ചോദിക്കുന്നു. തൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ വന്നതാണ്. സഫ്വാൻ ഇബ്നു ഉമർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്താണ്? സഫ്വാൻ ഇബ്നു ഉമർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശരീരത്തിൽ വാളൊളിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയ ഉമൈറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് ആഗമനോദ്ദേശ്യം? തൻ്റെ ബന്ധുക്കളിൽ ബന്ദികളായവരെ മോചിപ്പിക്കാൻ വന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ്വാൻ ഇബ്നു ഉമയ്യുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് ചോദിച്ചു. ഉമേർ അമ്പരന്നു പോയി. ആരുമറിയാതെ കഅബയുടെ അടുത്ത് വെച്ച് സഫ്വാനും ഞാനും തമ്മിലുണ്ടാക്കിയ കരാർ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു? ഒട്ടും താമസിച്ചില്ല. ഉമേർ ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലാക്കി പഠിക്കാം. സഫ്വാനും ഉമേറും തമ്മിലുണ്ടാക്കിയ കരാറിന് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞത്? എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെയാണ് അത് അറിഞ്ഞത്. വഹിയിലൂടെ. നബിമാർ നമ്മെ പോലെയല്ല. അവർ ഐബ് അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും. ഐബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ. മലക്കുകളെ കാണാനും കേൾക്കാനും അവർക്ക് കഴിയും. വഹി സ്വീകരിക്കാൻ സാധിക്കും. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. മനസ്സിലാക്കാം. ഹദീസിൽ ഇങ്ങനെ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനോ ശബ്ദം കേൾക്കാനോ ആയിഷ ബീവിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ കാണാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു എന്ന് ആയിഷ ബീവി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നബിമാർ നമ്മിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അവിടുത്തെ കേശം മുക്കിയ വെള്ളം സഹാബികൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. മുടിയിട്ട വെള്ളം സഹാബികൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾക്ക് മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ. കൽബ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിലുള്ളത് കാണാൻ കഴിയുമായിരുന്നു. നിഴലുണ്ടായിരുന്നില്ല. ഇവയെല്ലാം സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് ഇതൊക്കെ. മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡാഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്. സഹാബികൾക്ക് രോഗശമനത്തിന് ഡാഷ് ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം മുക്കിയ വെള്ളം. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുകയുള്ളൂ, ഡാഷ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരു പറയാതെ അദാനും നിസ്കാരവും സ്വഹീഹാവുകയില്ല. മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് ഇതൊക്കെ. ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരു പറയാത്ത അദാനും നിസ്കാരവും സ്വഹീഹാവുകയില്ല. നബിയുടെ പേര് പറയാതെ സ്വഹീഹാവുകയില്ല. എന്താണ്? അദാനും നിസ്കാരവും. മനസ്സിലാക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനു ശേഷം ഷഹാദത്തിൽ അല്ലാഹു തആലയുടെ പേര് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ മുസ്ലിമാകാൻ പോലും സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പോലെയല്ലെന്ന് അവിടുന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നി ലസ്തു മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. മനസ്സിലാക്കുക. പ്രവാചകത്വം അല്ലാഹു തആലയുടെ പ്രത്യേക നിയോഗമാണ്. എന്ത്? പ്രവാചകത്വം. അതിനാൽ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നവരെ ചില സവിശേഷതകളോട് കൂടിയാണ് സൃഷ്ടിക്കുന്നത്. അവർ ജന്മനാ വിശുദ്ധരാണ്. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അവരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ സംഭവങ്ങൾക്ക് ഇർഹാസുകൾ എന്നാണ് പറയുന്നത്. ഏത് സംഭവങ്ങൾക്കാണ് ഇർഹാസുകൾ എന്ന് പറയുന്നത്? അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നവരെ ചില സവിശേഷതകളോട് കൂടിയാണ് സൃഷ്ടിക്കുന്നത്. അവരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
ഈ സംഭവങ്ങൾക്കാണ് ഇർഹാസുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇർഹാസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്താ പറയുന്നത്? എനിക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്നോട് സലാം ചൊല്ലിയിരുന്ന മക്കയിലെ ഓരോ കല്ലിനെയും എനിക്ക് പരിചയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മക്കയിലെ ഓരോ കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ സലാം പറഞ്ഞിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മനസ്സിലാക്കുക, നബിമാർ മനുഷ്യർ തന്നെയാണ്. നബിമാർ മനുഷ്യർ തന്നെയാണ്, എന്നാൽ സാധാരണ മനുഷ്യരല്ല. അവർക്ക് മാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് മാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ അവർ സാധാരണ മനുഷ്യരല്ല. ഖുർആൻ പറയുന്നുണ്ട് ഇവിടെ, എന്താണ്? നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യർ മാത്രമാണ്, എന്നാൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത വഹി എനിക്ക് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ധാരാളം തെളിവുകൾ പാടത്ത് പറയുന്നുണ്ട്. 6 തെളിവുകളോട് പറയുന്നുണ്ട്, നന്നായി പഠിക്കുക. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർവ്വവേദങ്ങളിലെ പ്രവചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക സംഭവനങ്ങൾ, വിശുദ്ധ ഖുർആൻ, ഇതൊക്കെ നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളാണ്. മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്നാണ് നാട്ടുകാരെ വിളിച്ചത്. അൽ അമീൻ. 35-ാം വയസ്സിൽ കഅബ പുനർനിർമ്മാണത്തിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അവർ നിയോഗിച്ചത് തർക്കം പരിഹരിക്കാൻ. അൽ അമീൻ എല്ലാവർക്കും സ്വീകാര്യനാണ് എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അൽ അമീനെ എല്ലാവർക്കും സ്വീകാര്യനാണ് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ബദർ യുദ്ധ സമയത്ത് അഹ്നസ് ബിനു സുറൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂജഹലിനോട് ചോദിച്ചു, മുഹമ്മദ് കളവ് പറയുകയാണോ? അബൂജഹൽ പറഞ്ഞു, മാ കദബ മുഹമ്മദുൻ കത്തുൻ. അബൂജഹൽ പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ, മാച്ച് ചെയ്യാൻ വരും. ഇതാര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. മാ കദബ മുഹമ്മദുൻ കത്തുൻ. അപ്പോൾ അബൂജഹൽ പറഞ്ഞതാണ്, മുഹമ്മദ് ഒരിക്കലും കളവ് പറയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കുക. ഇതാര് പറഞ്ഞതാണ്, ആരെക്കുറിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതാണ്. അടുത്തത്, നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തിയവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തിയവരായിരുന്നു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യപ്രവാചകനാണെന്ന് ഉറപ്പാണ്. മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ തദ്രിബാത്തിൽ വന്ന് മാച്ച് ചെയ്യാനുള്ളത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. തറ മാല അറ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതിനെ ഞാൻ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, പക്ഷെ ആയിഷ ബീവി കണ്ടില്ല. അപ്പോൾ പറഞ്ഞതാണ് തറ മാല അറ എന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. ആരായിരുന്നു? സഫ്വാൻ ഇബ്നു ഉമയ്യ. മാ കദബ മുഹമ്മദുൻ കത്തുൻ, അബൂജഹൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കാൻ പുറപ്പെട്ടത്, കരാറുണ്ടാക്കി വധിക്കാൻ പുറപ്പെട്ടത് ആരായിരുന്നു? ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ നോക്കുക, മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നോക്കാം. അടുത്ത പാഠത്തിൽ എന്താണ്? ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും തമ്മിൽ നടന്ന സംഭാഷണമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന സംഭാഷണമാണ്. എന്താണ് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിർക്കൽ രാജാവിന് കത്തയച്ചു. ആരാണ് ഹിർക്കൽ രാജാവിന് കത്തയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആർക്കാണ് കത്തയച്ചത്? ഹിർക്കൽ രാജാവിന്. രണ്ടും മനസ്സിലാക്കുക കേട്ടോ. കത്ത് കിട്ടിയ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടുകാരൻ എന്ന നിലയിൽ അപ്പോൾ സിറിയയിലുണ്ടായിരുന്ന
സിറിയയിലുണ്ടായിരുന്ന അബൂ സുഫിയാനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. സിറിയയിലുണ്ടായിരുന്ന അബൂ സുഫിയാനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ഹിർക്കാവും അബൂ സുഫിയാനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. അപ്പം അത് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് ഉന്നതരോ ദുർബലരോ? ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കാം. അപ്പോൾ അബൂ സുഫിയാൻ പറയാണ്, ദുർബലരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നത് ഉന്നതരോ ദുർബലരോ എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ദുർബലരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാറുള്ളത്. അവർ കൂടുകയാണോ കുറയുകയാണോ ചോദിച്ചു. അവർ കൂടുകയാണ് ചെയ്യുന്നതെന്ന് അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു. അബൂ സുഫിയാൻ പറയുന്നു, എന്താണ്? ഈമാനിൻ്റെ ആനന്ദം ഹൃദയത്തിൽ കലർന്നാൽ അതിൽ നിന്നാരും പിന്മാറുകയില്ല. അങ്ങനെ പാടുവാ നന്നായി മനസ്സിലാക്കുക. അങ്ങനെയുള്ള അവരുടെ സംഭാഷണം മനസ്സിലാക്കി വെക്കുക. ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാനോട്, എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് കൽപ്പിക്കുന്നത്? എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് ഒന്നിനും പങ്കു ചേർക്കരുത്, നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു പോന്ന വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നു. നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും സത്യം പറയാനും സദാചാരം സൂക്ഷിക്കാനും കുടുംബ ബന്ധം ചേർക്കാനും ജനങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട് അബൂ സുഫിയാനോട്, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ ഈ കാല് നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹത്തിൻ്റെ അധീനത്തിലാകും. ഒരു റസൂല് വരുമെന്നെനിക്കറിയാമായിരുന്നു. അത് നിങ്ങളിൽ നിന്നായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാരാ പറയുന്നത്? ഹിർക്കൽ രാജാവാണ്. അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ക്ലേശിച്ചും ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ഇതാരാ പറയുന്നത്? ഹിർക്കൽ രാജാവാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു എന്ന് ഹിർക്കൽ രാജാവ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി അല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്നും വ്യക്തമായി. ഹിർക്കൽ രാജാവിൻ്റെയും അബൂ സുഫിയാൻ്റെയും സംസാരത്തിൽ നിന്ന് എന്താണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത തറവാട്ടുകാരനാണെന്നും തങ്ങളുടെ ജീവിതം സംശുദ്ധമാണെന്നും പ്രബോധന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി അല്ലായിരുന്നുവെന്നും പൂർവ്വവേദങ്ങളിൽ നബിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി. റോമ സാമ്രാജ്യം പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ അധീനതയിൽ വന്നു. പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ അധീനതയിൽ വന്ന രാജ്യം ഏത്? റോം. മനസ്സിലാക്കിയതാ. അപ്പം ഇത്രയാണ് പാഠത്തിൽ വന്നത്. നന്നായി മനസ്സിലാക്കുക. തദ്രിബാത്തിലുള്ളതൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ സുഫിയാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത് 12ാമത്തെ പാഠത്തിൽ എന്താണ്? സെയ്ദ് ബിൻ സായന ജൂത പുരോഹിതനായിരുന്നു. ജൂത പുരോഹിതനാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാനൊക്കെ വരും. മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്ന ജൂത പുരോഹിതൻ ആരായിരുന്നു? സെയ്ദ് ബിൻ സായന. ചോദ്യം വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ആ ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം മനസ്സിലാക്കിയ ആ ജൂതൻ 80 മിസ്കാൽ സ്വർണം നിശ്ചിത അവധിക്ക് കടം തരാമെന്ന് ഏറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. അവധി തീരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ സംസ്കാര ചടങ്ങിലായിരുന്നു.
കൂടെ സഹാബികളും ഉണ്ടായിരുന്നു. ആ ജൂതൻ കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ടും കുപ്പായവും ഒന്നിച്ചു പിടിച്ചു വലിച്ചു ഏറെ പരുഷമായി പണം തിരിച്ചു ചോദിച്ചു. ഇത് കണ്ട് കോപിതനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി പറഞ്ഞു, ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം. ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ചോദ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറിയ ജൂതനോട് ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടുന്നു. എന്താണ് അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? എനിക്കും ഇദ്ദേഹത്തിനും ഇടയിൽ ഇതല്ല ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. എനിക്കും ഇദ്ദേഹത്തിനും ഇടയിൽ ഇതല്ല ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. മനസ്സിലാക്കാം. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പണം തിരിച്ചു നൽകാനും അയാളെ ഭീഷണിപ്പെടുത്തിയതിൽ പകരമായി കുറച്ചധികം കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. കൂടുതൽ തിരിച്ചു കിട്ടിയ അയാൾ കാര്യം അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരണം നൽകി. വിശദീകരണം കേട്ട അയാൾ പറഞ്ഞു, പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിൻ്റെ മുഖത്ത് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സഹിഷ്ണുവാനായിരിക്കും എന്ന അടയാളം എനിക്ക് ബോധ്യപ്പെടുവാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പരുഷമായി പെരുമാറിയത്. ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ സെയ്ദ് ഇബ്നു സഅന മതം സ്വീകരിക്കാനുണ്ടായ കാരണമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കാം. അതെങ്ങനെ നമുക്ക് പഠിക്കാം? സെയ്ദ് ഇബ്നു സഅന ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? പ്രവാചകത്വത്തിൻ്റെ അടയാളമായ പൂർവ്വവേദത്തിൽ പലതും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിൻ്റെ മുഖത്ത് കണ്ടിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സഹിഷ്ണുവാനായിരിക്കും എന്ന അടയാളം എനിക്ക് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പരുഷമായി പെരുമാറിയത്. ഇപ്പോൾ എനിക്കത് ബോധ്യമായിരിക്കുന്നു. അതാണ് ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം. മനസ്സിലാക്കുക. ഇങ്ങനെ ധാരാളം ജൂതരും ക്രിസ്ത്യാനികളും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. അതിൽ പ്രമുഖരായിരുന്ന ആരെ? അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി ഞാൻ നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുതവക്കിൽ എന്ന് അങ്ങയെ ഞാൻ വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവമില്ല, അങ്ങാടിയിൽ ഒച്ച വെക്കുന്നവനല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുതയും കാണിക്കുകയും ചെയ്യുന്നവനാണ്. ആരാണിത് പറയുന്നത്? ജൂതരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച അബ്ദുല്ലാഹിബ്നു സലാം എന്നവർ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. മനസ്സിലാക്കുക. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. മനസ്സിലാക്കുക. പാഠഭാഗം തദ്രിബാത്ത് വന്നത് നസീൽ യോജിച്ചത് ചേർക്കാനൊക്കെ ഉള്ളത് നന്നായിട്ട് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറിയത് ആരായിരുന്നു? സെയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹു. പരുഷ സ്വഭാവമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയത് അബ്ദുല്ലാഹിബ്നു സലാം. അപ്പോൾ പാഠഭാഗം മനസ്സിലാക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് ദുറൂസുൽ അഖായിദയിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പാഠഭാഗം നന്നായി പഠിക്കുക. നമുക്കൊരു ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദ്യപേപ്പർ ഉണ്ട്. അത് ഉടനെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.